ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് ഞാൻ ഫേസ് പാക്കും ആയിട്ടും സ്ക്രബായിട്ടും എന്റെ ബോഡിയിലും എല്ലാം ഞാൻ ഉപയോഗിച്ചു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ഇവിടെ മമ്മിക്കും ആൻസിക്കും ഒക്കെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ പെട്ടെന്നൊരു ഫേസ് പാക്ക് എന്താ പറയാ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ വീട്ടില് ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിച്ച സാധനങ്ങൾ എന്താ പറയാ കുറച്ച് ഡിഫറെന്റ് ആണ് ഇന്നിപ്പോ ചെയ്യുന്നതിനേക്കാളും. അതായത് ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്, പക്ഷെ അതിന്റെ രീതി കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ എന്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് ഫസ്റ്റ് വൺ പയറുപൊടിയാണ്. പക്ഷെ ഇതിലാണ് നമുക്ക് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഞാൻ അന്ന് ഉപയോഗിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പയർ കുതിർത്തി മുളപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയറില്ലേ, അതാണ് ഞാൻ ഈ ഫേസ് പാക്കിലേക്ക് അന്ന് ഉപയോഗിച്ചത്. പക്ഷെ എനിക്ക് ഇന്നിപ്പം മുളപ്പിക്കാൻ വേണ്ടി ഒരു പയറില്ലാത്തതുകൊണ്ട് ഞാൻ പയർ പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. മറ്റത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 തക്കാളി, അതിപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട്. 2 ബൗൾ തക്കാളി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് പപ്പങ്ങ. ഇത്ര സാധനമാണ് നമ്മൾ ഈ ഫേസ് പാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊന്നുമില്ല, നമുക്കിത് കംപ്ലീറ്റ്ലി ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ വരാം. സോ ഗൈസ്, നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എന്താ പറയാ, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം യൂസ് ചെയ്തത് മറ്റേ ചെറുപയർ ഇങ്ങനെ മുളപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പൊ നന്നായി കുതിർന്നിരിക്കണോണ്ട് നന്നായി അരഞ്ഞു വന്ന്. എനിക്ക് അറിഞ്ഞൂടാ ഈ ചെറുപയർ പൊടി ഉപയോഗിച്ചാൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം എല്ലാം ആ ഒരു രീതി തന്നെയാണ്. ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് വന്നുള്ളൂ. അന്നെന്ന് വെച്ചാൽ പെട്ടെന്നൊരു എനിക്ക് ഫേസ് പാക്ക് പോലെ എന്തെങ്കിലും ഇടണമെന്ന് തോന്നി. അന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, എന്റെ മൂക്കിന്റെ ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മമ്മി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോനെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, അതിന്റെ മൂക്കിന്റെ 2 സൈഡിലത്തെ ബ്ലാക്ക് കളർ നന്നായിട്ട് പോയിട്ടുണ്ടെന്ന്. മമ്മി അത് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്. പിന്നെ മൂക്കിലൊക്കെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ എന്റെ ഫേസിൽ മാത്രമല്ല കംപ്ലീറ്റ് ബോഡിയിലും ഇത് അപ്ലൈ ചെയ്തായിരുന്നു. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഞാനിപ്പോ ഇത് ഇവിടെ എടുത്തേക്കുന്ന 2 തക്കാളി, പിന്നെ ഒരു പപ്പായയുടെ ഒരു 1/4 ഭാഗം, പിന്നെ കുറച്ച് പയറിന്റെ കണക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഇവിടെ മുളപ്പിക്കാൻ വെച്ചിരുന്ന ഫുൾ പയർ ഞാൻ എടുത്തിരുന്നു. ഇപ്പോഴാണെങ്കിൽ പയറുപൊടിയുടെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് എടുത്തത്. എനിക്കൊന്ന് നേരത്തെ എടുത്ത റേഷ്യോയും കറക്റ്റ് ആയിരുന്നു. ഇതിപ്പോ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഞാൻ കംപ്ലീറ്റ് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗ്ലോ വേണം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ടാൻ പോകണം, പെട്ടെന്ന് ഒന്ന് ബ്രൈറ്റൻ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കണം. ഞാനൊരു ബ്രഷ് എടുത്തിട്ട് എന്റെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാ, ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു എന്താ പറയാ, ഭയങ്കര തിക്കും അല്ല, എന്നാൽ ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയും അല്ല. എന്നിട്ട് അത് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു 2-3 ലെയർ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, അതിപ്പോ ഇത് മാത്രമല്ല, എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും ഫേസിൽ മാത്രമല്ല നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിത് ഫേസിലും കംപ്ലീറ്റ് ആയിട്ട് നെക്കിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഓടി വരാം. സോ ഗൈസ്, ഞാൻ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇന്ന് മസാജ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്ക്രബായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറിന്റെ ആ ഒരു തരിതരി പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് ഒരു എന്താ പറയാ ഒരു മസാജ് തരും. പിന്നെ ചെറിയ എക്സ്ഫോളിയേറ്റും ചെയ്യുന്നു തോന്നുന്നുണ്ട്. അതാ തോന്നുന്നു പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് നമ്മളുടെ മുഖത്തിന് കിട്ടുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫേസിൽ ഇത് നന്നായിട്ടൊരു 3-4 മിനിറ്റ്സ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മസാജിങ് ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ ചെറുതായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൂക്കിന്റെ ചുറ്റുമാണ് ഞാൻ കൂടുതലും ഇത് ചെയ്യുന്നത്. കാരണം അവിടെയാണ് എനിക്ക് കൂടുതൽ ഈ എന്താ പറയാ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത്. അപ്പൊ അവിടെ ഞാൻ കാര്യമായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഞാനൊരു 4-5 മിനിറ്റോളം ഫേസ് നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്, നെക്കും കൂടെ. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇത് ഇങ്ങനെ തന്നെ ലീവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പൊ 20 മിനിറ്റ് ആയിട്ട് ഞാൻ വരാം കേട്ടോ. സോ ഗൈസ്, ഇപ്പൊ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, എന്റെ കയ്യിലേക്ക് ഇത് ട്രാൻസ്ഫർ പോലും ആവില്ല, അത്ര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് ഇത് വെറുതെ നമ്മുടെ തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ ഫേസ് നിങ്ങൾക്ക് ഡിഫറൻസ് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. ഒരു ടോൺ ഒന്ന് ബ്രൈറ്റർ ആയതുകൊണ്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എന്റെ നോസ് ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ടുണ്ട്.
ആ ഫസ്റ്റ് യൂസിലാണ് എനിക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിയത്. കാരണം ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, ഒരു 80-70% അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ അത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയുക, നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ആവാനൊക്കെ ഇത് നല്ലതാ. ഞാൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക, അതിനുശേഷം വേണം വാഷ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ വാസ്ലിന്റെ ഗ്ലൂട്ടാ ഹയ, അത് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാറ്. ഇപ്പൊ ചെറുപയറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താ പറയാ, നമ്മുടെ മുഖത്തിന് ഒരു ഡ്രൈനെസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഫേസ് പാക്ക്. ഇതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ അറിയിക്കാൻ. കാരണം എനിക്ക് റിസൾട്ട് അത്ര ഇഷ്ടമായി. മാത്രമല്ല, ഒറ്റ യൂസിൽ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ വേറെ ആരെങ്കിലും ഇത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പൊ എനിക്കിത് ഭയങ്കര റിസൾട്ട് തന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിലും കമന്റ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നും കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ഐക്കൺ ഇല്ലേ, അത് പ്രസ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഗൈസ്.